നെഗറ്റീവ്സ് കമന്റ്സ് പറഞ്ഞതിനപ്പുറം ഞാനിപ്പോ കണ്ട കുറെ വീഡിയോസിലും കുറെ പോസിറ്റീവായിട്ട് രണ്ടുപേർക്കും പോസിറ്റീവായിട്ടുള്ള കുറെ ഇത് കണ്ടു. അപ്പൊ അതൊരു ആ നെഗറ്റീവിനപ്പുറം നിങ്ങൾക്ക് സന്തോഷം തരുന്നൊരു കാര്യമല്ലേ ഇത്രയും വൈറലായ കല്യാണത്തിന്? ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പബ്ലിസിറ്റി എന്ന് തന്നെ പറയാം. പലരും പറഞ്ഞു ഞങ്ങൾ പ്ലാൻ ചെയ്ത് കല്യാണം ഇങ്ങനെ ചെയ്ത. അങ്ങനെയാണെങ്കിൽ ഞാൻ വല്ല പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ക്യാമ്പയിനിങ്ങിന് വേണ്ടിയിട്ട് പോയേനെ. അങ്ങനെ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഒരു ക്യാമ്പയിൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ലോകത്തെ ഏത് ഇലക്ഷൻ ക്യാമ്പയിനും സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ്റെ ഹെഡായിട്ട് ഞാൻ പോയേനെ. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്തായാലും പുള്ളിക്കാരി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എല്ലാന്നുണ്ടെങ്കിൽ ഇതിനകം ഇൻഫ്ലുവൻസർ എന്താ പറയുക, അതൊക്കെ ആയിത്തീർന്നേനെ. ഇതങ്ങനെ ഒന്നും ആയിത്തീർന്നില്ല. സംഭവം നടന്നതെന്ന് പറഞ്ഞാൽ കല്യാണം നടക്കുന്ന സമയത്ത് ഞങ്ങൾ അഭിനയിക്കുന്നവരായത് കാരണം സോഷ്യൽ മീഡിയ അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് അറിയിച്ചതിനോടൊപ്പം വന്ന കമൻസിൽ ഞങ്ങളെ ഹേർട്ട് ചെയ്യുന്നതായിട്ടും അല്ലാത്തതായിട്ടും അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങൾ താങ്ക്സ് പറഞ്ഞു. ഇനിയും പറയും. എത്രത്തോളം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അത്രത്തോളം ഞങ്ങൾക്ക് സ്നേഹവും സന്തോഷവും ഉണ്ട് ഓരോരുത്തരോടും. അവർ ഓരോരുത്തർ റീച്ച് ഔട്ട് ചെയ്യുന്നതും അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഒത്തിരി സന്തോഷം തന്നെയാണ്. അതിനോടൊപ്പം ഈ നെഗറ്റീവ് പറഞ്ഞവർ സാധാരണ സഭ്യമായിട്ടുള്ള രീതിയിലല്ലാതെ അതിൻ്റെയൊക്കെ അതിൽ വരുമ്പൊക്കെ കടന്ന് വളരെ മോശമായിട്ട് കമൻറ്റ് ചെയ്തു. കുറേയൊക്കെ ഞങ്ങൾ ഇഗ്നോർ ചെയ്തു. ചില കാര്യങ്ങൾ തുറന്ന് പറയേണ്ടി വന്നു. അങ്ങനെ തുറന്ന് പറഞ്ഞതാണ് അടുത്തതിന് കാരണമായത്. അങ്ങനെ ഒരു ചോദ്യത്തിന് മറുചോദ്യം, പിന്നെ സെൻസേഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതും ഇല്ലാത്തതും ഉണ്ടാക്കി കഥ പറയുക, ഇതെല്ലാം നടക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ഹൈദരാബാദിലെ ഹണിമൂൺ നിർത്തലാക്കിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കണ്ണൂരെത്തി എന്നൊക്കെ ന്യൂസ് ഞങ്ങൾ വായിച്ചറിഞ്ഞു. ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാ, കാരണം ഞങ്ങൾ അപ്പോഴും ഹൈദരാബാദിൽ നിൽക്കുകയാണ്. മക്കളെ തനിച്ചാക്കി രണ്ടുപേരും ഹണിമൂണിന് പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെ കഥ പറയുന്ന ആൾക്കാരോട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ നല്ല സിനിമ എഴുതാൻ കഴിവുള്ളവരാണ്, എഴുതണം. കാരണം മലയാളത്തിന് വിഷയദാരിദ്ര്യം ഉണ്ടാവരുത്. ഇങ്ങനെ ഞങ്ങളെപ്പറ്റി ഇല്ലാത്ത കഥ പറയുന്ന ഓരോരുത്തരോടും നിങ്ങൾ സിനിമയ്ക്ക് കഥ എഴുതണം. അത് പോപ്പുലർ ആവും, അത് നല്ല രീതിയിൽ തന്നെ വരും. വേണമെങ്കിൽ വിളിച്ചാൽ ഞങ്ങൾ അഭിനയിക്കുകയും ചെയ്യാം. കാരണം ഞങ്ങളുടെ തൊഴിലതാണ്. അഭിനയിക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ഹേർട്ടായത് ഇപ്പോൾ എന്തെങ്കിലും ഞാൻ ചെറുതായിട്ട് പറഞ്ഞാൽ പോലും പെട്ടെന്ന് ഹേർട്ടാവുന്ന ഒരാൾ, പബ്ലിക്കിൽ ആരും അറിയാത്ത ഒരാൾ അത്രത്തോളം മോശമായിട്ട് രീതിയിൽ അവർ കമൻറ്റ് ചെയ്യുമ്പോൾ നാച്ചുറലി പുള്ളിക്കാരിക്ക് അത് വിഷമാവും. അതായി, അതിന് റെസ്പോണ്ട് ചെയ്തു. ആ റെസ്പോൺസാണ് പിന്നെ ബാക്കിയുള്ള എല്ലാത്തിനും കാരണം. അല്ലാതെ ഇത് പ്ലാന്റഡോ അല്ലെങ്കിൽ പ്രീ പ്ലാൻഡോ അങ്ങനെയൊന്നും അല്ല. ഇത് എൻ്റെ സൈഡ്. എന്താണ് സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കമന്റ്സ് ആണ് ശരിക്കും മാമിനെ വേദനിപ്പിച്ചത്. അതിനെ എന്താ പറയാനുള്ളത്? പൊതുസമൂഹത്തിന്റെ ഞാൻ തുറന്നു പറഞ്ഞത് അതിനു വേണ്ടിയല്ല എന്ന്. അത് ഞാൻ പറഞ്ഞതാണ്. അത് മൊത്തം എന്താണ്, അത് നല്ലതിലും വന്നു ചീത്തതിലും വന്നു. ഞാൻ നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞത്. കാരണം ഞാൻ അതിനു വേണ്ടിയല്ല. എനിക്കൊരു ലൈഫ്, എനിക്കൊരു പങ്കാളി വേണം, എൻ്റെ മക്കൾക്ക് ഒരപ്പ വേണം, എനിക്ക് സമൂഹത്തിന് മുമ്പിൽ എനിക്ക് ഭർത്താവ്. ഞാൻ പറഞ്ഞായിരുന്നു ഫസ്റ്റ് മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് 4 ആൾ അറിയാം ഒരു കല്യാണം കഴിച്ചതാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയും. എനിക്കൊരു കൂട്ട് വേണം. കാരണം എവിടെ പോയാലും ഭർത്താവ് എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കൊരു മറുപടിയില്ല. പക്ഷെ ഇപ്പം എനിക്കൊരു മറുപടിയായി. ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്, അത് നടന്നു. അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. അവരെ ചിന്താഗതി എങ്ങനെയാണോ അതുപോലെ നടക്കട്ടെ. ഇതിൽ കൂടുതലും എന്നെ കിഴവന് ഭ്രാന്തമൂത്ത് കാമഭ്രാന്താണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതുന്ന ആൾക്കാരുണ്ട്. ഞാൻ നോക്കിയിട്ട് അവരെല്ലാം 50-60 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ്. ഇത് ഒരു ഫ്രസ്ട്രേഷൻ്റെ ലെവലല്ലേ? അതായത് കാണാൻ കൊള്ളാവുന്ന ഒരു സ്ത്രീയെ ഞാൻ കല്യാണം കഴിച്ചു, അവർ നോക്കുമ്പോൾ ഞാനൊരു കിഴവൻ. തീർച്ചയായിട്ടും ഞാനതല്ല. ഞാൻ നേരത്തെയും പറഞ്ഞു, ഞാൻ ആദ്യമല്ല ഞാൻ ആധാർ കാർഡ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ കാണിക്കുന്നില്ല. ഞാൻ എൻ്റെ ഏജ് എത്ര വേണമെങ്കിലും അവർ കരുതിക്കോട്ടെ. എൻ്റെ കല്യാണം എൻ്റെ പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ ആ ചോയ്സിനെ ബ്രീച്ച് ചെയ്ത് ഈ 60-70 വയസ്സായ ആൾക്കാരെ അയക്കുമ്പോൾ പ്രായത്തിന് മൂത്തവരായത് കാരണം ചീത്ത വിളിക്കാൻ പറ്റില്ല. പക്ഷേ ഇതെല്ലാം പാരമ്പര്യമായിട്ട് വരുന്നതാണോ എന്നെനിക്കറിയില്ല. അവരോട് പറയാനുള്ളത്, ഈ രോഗം മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എത്രയും പെട്ടെന്ന് മാറട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കാം. കാരണം ഇത്തരം രോഗമുള്ള ആൾക്കാർ നെറ്റിൽ ഏത് സൗന്ദര്യമുള്ള ആരെ കണ്ടാലും അവർക്ക് ചീത്ത പറയാൻ തോന്നും. ആ രോഗം മാറുന്നില്ല. കാരണം FBയിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഫേസ്ബുക്കിൽ സമയം കളയാനിരിക്കുന്ന
വേറെ എന്താ പറയുക മറ്റ് ഗൗരവമായിട്ടൊന്നും ചെയ്യാനില്ലാത്ത പ്രായം ചെന്ന പല ആൾക്കാരും അവർ ചെയ്യുന്ന ചില മോശമായ കമൻറ്റിങ്. അവരോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ മക്കൾക്ക് നേരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇങ്ങനെ ആരെങ്കിലും എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെങ്ങനെ പ്രതികരിക്കും? ഞങ്ങൾ അങ്ങനെ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ആകെയുള്ള വ്യത്യാസം. ഈ രോഗം എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് മാത്രമേ പിന്നെയും ഞാൻ പറയുള്ളൂ. ഗെറ്റ് വെൽ സൂൺ. അല്ല, അത് മക്കൾക്ക് അത് മോൾക്ക് കൂടി കുറച്ച് പ്രശ്നമാവുന്ന രീതിയിലുള്ള കമൻസുകളും ഉണ്ടായിരുന്നു. അതെന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അത്രയും മോശമാണ് മോളെ കുറിച്ചൊക്കെ എഴുതിയത്. ഒരമ്മ എന്നുള്ള രീതിയിൽ അത് ശരിക്കും എന്നെ ഹേർട്ട് ചെയ്യും. കാരണം ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇത്തരത്തിലുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡ് എന്തായാലും മാറില്ല. ഇപ്പൊ നമ്മൾ പറയില്ലേ, നമ്മൾ ഒരാൾ വിചാരിച്ചാൽ ഈ സമൂഹം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ഇത്തരക്കാരുടെ ചിന്താഗതി ഒരിക്കലും മാറില്ല. ഇപ്പോൾ വരുന്ന ജനറേഷൻ കുറെയൊക്കെ മാറ്റമുണ്ട്. നമ്മളിപ്പോ പറയുന്ന പുതിയ ജനറേഷനൊന്നും ഇതൊന്നും ആ ഒരു മൈൻഡ് ഇതിപ്പോ എന്താ, സോ അവർക്ക് ഇഷ്ടപ്പെട്ടു അവരിരിക്കുന്നു. പിന്നെ മറ്റുള്ളവരുടെ ലൈഫിൽ നുഴഞ്ഞു കയറുക എന്ന് പറഞ്ഞത് മറ്റുള്ളവർ രസകര അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോഴത്തെ കുറെ ഈ പഴയ ആളുകൾ കണ്ടുകൊടുക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് അങ്ങനെയൊന്നുമില്ല. കാരണം അവരുടെ ലൈഫ് അവർ ഇഷ്ടപ്പെട്ടു. സ്വന്തമൊക്കെ അവർക്കില്ലാത്ത ഗണ്ണോ വേദനയാണ് ഇപ്പൊ പബ്ലിക്കിന് മറ്റുള്ള ആളുകൾക്ക്. അത് കുറച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പൊ പഴയ തലമുറയിലുള്ള കുറെ ആളുകൾക്കാണ് അങ്ങനത്തെ ഒരു ചിന്താഗതി തോന്നിയതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു സെറ്റ് ആൾക്കാരെ മാത്രം ഞാൻ ടാർഗറ്റ് ചെയ്യുന്നില്ല. കാരണം ഫേക്ക് ഐ ഡിയിൽ വരുന്ന ആൾക്കാരുണ്ട്, പ്രായം ചെന്നവരുണ്ട്. ചിലപ്പോൾ ഒരു 12th പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം ചിലപ്പോൾ 60 വയസ്സുകാരൻ്റെ ഫോട്ടോ വെച്ചിട്ട് അവരുടെ അച്ഛൻ്റെയോ മുത്തശ്ശൻ്റെയോ ഫോട്ടോ വെച്ചിട്ടായിരിക്കാം ചെയ്യുന്നത്, അല്ലെങ്കിൽ അമ്മാവൻ്റെയോ ആരുടെയും ഫോട്ടോ വെച്ചിട്ട് ചെയ്യാൻ ഞങ്ങൾക്കറിയില്ല. ഇതാരാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല. പലരും ചോദിച്ചു, ഇൻ്റർവ്യൂ എല്ലാം നിർത്തിക്കൂടെ, നിങ്ങൾക്കിത് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നു, റിയാക്ട് ചെയ്യുകയല്ല, റെസ്പോണ്ടാണ് ചെയ്യുന്നത്. ഒരു റിയാക്ഷൻ ചെയ്തിട്ടില്ല. കാരണം ആസ് എൻ അഡ്വക്കേറ്റ് ഇങ്ങനെ ചെയ്യുന്ന ഒരാളുടെ ഐഡൻറ്റിറ്റി കണ്ടുപിടിച്ചിട്ട് ആ വ്യക്തിക്കെതിരെ ഡിഫമേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ സത്യമാണ്. ഡിഫമേഷൻ്റെ ലീഗൽ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾ, അതായത് ഈ 2 ആൾക്കാരല്ലാതെ മറ്റൊരാൾ കേൾക്കെ അപകീർത്തികരമായി പറയുകയോ അല്ലെങ്കിൽ റിട്ടൺ ഓർ ഇൻ സെഡ് ഫോമാറ്റ്, അത് ഏത് രീതിയിലും ആവാം, അങ്ങനെ ചെയ്യുന്നത് ഡിഫമേഷനാണ്. ഇത് IPC ആയിരുന്നപ്പോൾ 499 ആയിരുന്നു. BNS വ്യത്യാസമുണ്ട്. ലീഗലി സ്പീക്കിംഗ് അവർക്കെതിരെ എനിക്ക് കേസ് എടുക്കാൻ പറ്റും. അത് റിയാക്ഷനായി പോകും. റിയാക്ട് ചെയ്യല്ല, ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുക ചെയ്യുന്നത്. ശരി, ഞാനിപ്പോൾ ലീഗലി ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം ഞാൻ ആ കേസിൻ്റെ പുറകെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മാസങ്ങളോളം ആ കേസിൻ്റെ പുറകെ. ആ സമയം ഈ പറയുന്ന ഇവരാരെയാണോ കുറ്റപ്പെടുത്തിയത്, എൻ്റെ കുടുംബത്തിനെ നോക്കേണ്ട ചുമതല എനിക്കുണ്ടാവും. അത് ഞാൻ വിട്ടിട്ട് ഏതോ ഒരു ഭ്രാന്ത് പിടിച്ചൊരാൾ അല്ലെങ്കിൽ ഒരു രോഗം പിടിച്ചൊരാൾ ചെയ്ത കമൻറ്റിന് പുറകെ ഞാൻ പോവുകയാണെങ്കിൽ ഓക്കെ, കുറേ ആൾക്കാരെ ഞാൻ ബ്ലോക്ക് ചെയ്തു. കാരണം അത്രയ്ക്ക് മോശമായിട്ടുള്ള കമൻറ്റ് എഴുതുന്ന ആൾക്കാരെ നാട്ടുകാർ കാണേണ്ട കാര്യമില്ല. ആ പേരറിഞ്ഞ് ഇനിയിപ്പോൾ അവരുടെ കുടുംബക്കാർക്ക് തന്നെ എന്തെങ്കിലും വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ വേണ്ട, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ടാണോ കുടുംബത്തിനെ നോക്കുന്നത്, ഞാൻ മക്കളെ നോക്കിയില്ല, ഭാര്യയെ നോക്കിയില്ല എന്നും പറയുന്ന ആൾക്കാരുണ്ടായിക്കോട്ടെ. എന്നാണോ ഞാൻ നന്നായിട്ട് നോക്കുന്നില്ല എന്ന് കുഞ്ഞുമോക്ക് തോന്നുന്നത്, അന്ന് ഞാനത് സമ്മതിക്കാം, നോ പ്രോബ്ലം. എന്നാണ് എൻ്റെ മക്കൾ പറയുന്നു ഇങ്ങനെ ശരിയാവില്ല എന്ന് പറയുന്നത്, അന്ന് ഞാൻ സമ്മതിക്കാം, എൻ്റെ തോൽവി ഞാൻ സമ്മതിക്കാം. പക്ഷേ അതുവരെ ഐ വിൽ കീപ് സ്ട്രൈവിങ്. കാരണം ഇത് ഈ ഡിഫമേഷൻ ഫയൽ ചെയ്ത് അതിൻ്റെ പുറകെ പോയി ഒരു കേസ് സെൻസേഷണലൈസ് ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഇൻ്റർവ്യൂ നിർത്താൻ പറയുന്ന ആൾക്കാരോട് പറയാനുള്ളത് ഒരവസരത്തിൽ എനിക്ക് പറയാനൊരു അവസരം തരുന്ന ആൾക്കാരോട് നന്ദി മാത്രമേ എനിക്കുള്ളൂ. ബിക്കോസ് പിന്നെയും കമൻറ്റ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കാം. കിളവന് ഭ്രാന്ത് മൂത്തു, കിളവൻ്റെ എന്താണ് ആവശ്യം, ഇവന് വേറെ എന്തോ അസുഖമാണ്, എന്തൊക്കെ. എനിക്ക് അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഏത് ഡോക്ടറാണ് ഡയഗ്നോസ് ചെയ്തതെന്ന് പറയും. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ എടുക്കാൻ റെഡിയാണ്. ഇല്ല, നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലി വരും, നിങ്ങളുടെ സംശയം ഞാൻ തീർത്തു തരാം എന്ന് പറയാനല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? ഹൈദരാബാദ് ട്രിപ്പ് ഇത്തരത്തിൽ കമന്റ് ചെയ്തപ്പോൾ ആ യാത്രയെ വല്ലാത്ത രീതിയിൽ ബാധിച്ചോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടെ പോയത് NFTC നെറ്റ്ഫ്ലിക്സ് പേൾ അക്കാഡമിയുടെ വോയിസ് ബോക്സ് എന്ന് പറഞ്ഞ ട്രെയിനിങ് പ്രോഗ്രാം പഠിപ്പിക്കാൻ വേണ്ടി പോയതാണ്. അത് ഒരു എമർജൻസി ആയിട്ട് എനിക്ക് പോകേണ്ടി വന്നതാണ്. ഞങ്ങൾ ആ ട്രിപ്പ് അല്ലായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്, പക്ഷേ എമർജൻസി ആയിട്ട് പോകേണ്ടി വന്നതാണ്. ആ ബാച്ച് തീർക്കാനുണ്ടായിരുന്നു. ചെന്നൈയിൽ എൻ്റെ സ്റ്റുഡൻ്റാണ് ക്ലാസ് എടുത്തത്, ഹൈദരാബാദിൽ ഞാനാണ് എടുത്തത്. അപ്പം ആ ക്ലാസ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് എന്തായാലും ഞാൻ അവിടെ വരെ പോവാണ്.
സോ മക്കളെയും കുഞ്ഞുങ്ങളെയും കൂടെ അങ്ങോട്ടേക്ക് കൂട്ടി എന്നല്ലാതെ അത് ഹണിമൂൺ ട്രിപ്പാണ് ഞങ്ങൾ ഹരിദ്വാറിലേക്ക് പോയി എന്നൊക്കെ പറയുന്നത് അത് വലിയ കോമഡിയാണ്. ഞങ്ങൾ ഹരിദ്വാറിൽ പോയിട്ടില്ല. ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, എന്ത് ഞാൻ അന്നും പറഞ്ഞല്ലോ, ഹണിമൂൺ എന്ന് പറയുന്നത് കാണാൻ കൊള്ളാവുന്ന സ്ഥലത്ത് പോയി ഒരു റൂം എടുത്ത് അടച്ചിട്ട് 7 ദിവസം ആ മുറിക്കകത്തിരുന്ന് ചായയും കുടിച്ചിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് പോകേണ്ട കാര്യമില്ല, വീട്ടിൽ ഇരുന്നാൽ പോരെ. ജീവിതകാലം മുഴുവനും പോകുന്ന സ്ഥലത്ത് പുറത്തെ സ്ഥലങ്ങൾ കണ്ട് അത് ആസ്വദിച്ച് രസകരമായിട്ട് ലൈഫ് ലോങ് ഒരു ഹണിമൂൺ കൊണ്ടാടാനുള്ള ഒരു ആവശ്യം അത്ര മാത്രമേ ഉള്ളൂ. അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഹണിമൂൺ ലൈഫ് ലോങ് ആണ്. ഇനി എവിടെ പോകുന്നു അവിടെയെല്ലാം ഹണിമൂൺ. ഇനിയിപ്പോൾ ഞങ്ങൾ പോകുന്ന ഒരു ദിവസം മോശമായോ, ഓക്കെ, അതിന് ആ മോശമായത് നന്നാക്കാൻ ഒരു ദിവസം എക്സ്ട്രാ ഞങ്ങൾ നിന്നോളാം. അതൊന്നും നിങ്ങളുടെ അടുത്ത് ആരടുത്തും, അതായത് ഈ കമ്മിറ്റി ചെയ്യുന്ന ഒരാളുടെ ചോദിക്കാൻ പറ്റില്ല. ഈ ഹൈദരാബാദ് തന്നെ ഞങ്ങൾ എമർജൻസി ആയിട്ട് ഹൈദരാബാദിലെ ട്രിപ്പ് നിർത്തലാക്കി ഞങ്ങൾ തിരിച്ച് കണ്ണൂരിലേക്ക് പോയി. 2 ദിവസം കൊണ്ട് തിരിച്ചു വന്നു. മക്കളെ കൂട്ടിയിട്ടാണ് പോയത്. ഇതിനപ്പം ഞാൻ എന്തോന്ന് പറയാനാണ്. മക്കളെ കൂട്ടി നമ്മൾ 4 പേര്, ആദ്യം ഏട്ടൻ പോയി, 3-ാം തീയതി ഏട്ടൻ പോയി, കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഏട്ടൻ പോയി. 5-ാം തീയതി എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞ് 5-ാം തീയതി ഞാനും മക്കളും കൂടി പോയി. മോളെടുത്ത പിക്കാണ് സ്ലീവ്ലെസ് ഇട്ട ഡ്രസ്സൊക്കെ, അത് വെച്ചിട്ട് വേറെ വന്നു. സ്ലീവ്ലെസ് ഇട്ടതിനെ കുറിച്ച്, സ്ലീവ്ലെസ് ഇട്ട് ഹോട്ടലിൽ ഇവർ കാണിച്ചു കൂട്ടിയത്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഇപ്പൊ കൊച്ചിയിൽ തന്നെ, കൊച്ചിയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂർ എവിടെ വേണമെങ്കിലും പോയി, സ്ലീവ്ലെസ് ഇടാത്തവരാണോ ഈ ലോകത്തുള്ളത്? എനിക്ക് മനസ്സിലാവാത്തതാണ്. ഗോവയിൽ ചെന്ന് കഴിഞ്ഞാൽ 70 വയസ്സായ ലേഡീസും അവർ മിഡിയാണ് ഇടുന്നത്. ഇനി അത് പോയി കംപ്ലൈൻറ്റ് ചെയ്യോ, 70 വയസ്സായി അമ്മച്ചി മിഡി ഇട്ടത് കണ്ടോന്ന്? എനിക്കറിയില്ല. വ്യക്തി സ്വാതന്ത്ര്യമാണ്. സ്ലീവ്ലെസ് ഇടണമെന്ന് കുഞ്ഞുമൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ സ്ലീവ്ലെസ് ഇടും. സഭ്യമായ രീതിയിൽ മാത്രമേ ഞങ്ങൾ നടക്കുള്ളൂ. അസഭ്യം കാണിച്ചിട്ടില്ല. ഇതും പ്രത്യേകം പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫാദർ മോളി എഴുതിയ മംഗളത്തിലൊരു റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ട് ഞാൻ ഫാദറെ വിളിച്ച് പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് കാര്യം പറഞ്ഞതിന്. കാരണം ഫാദർ എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഈസ് ഓക്കെ ടു പിസ് ഇൻ പബ്ലിക് ഇൻ ഇന്ത്യ, നോട്ട് കിസ് ഇൻ പബ്ലിക്. പൊതുസ്ഥലത്ത് മൂത്രം ഒഴിക്കാം, പ്രശ്നമില്ല, ഉമ്മ വയ്ക്കാൻ പാടില്ല. പഞ്ചാബിൽ എനിക്കെതിരെ ഇത് കണ്ടോ, ഈ നാണക്കേട് കണ്ടോ, കൃഷ്ണന്റെ വിഗ്രഹത്തിന് മുന്നേ എന്താ കാണിക്കുന്നത്? ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സേവ് ദ ഡേറ്റിൽ ഞങ്ങൾ ചെളിയിൽ ഉരുണ്ടിട്ടില്ല, കള്ളുഷാപ്പിൽ കയറിയിട്ടില്ല, ഞങ്ങൾ തലകുത്തനെ നിന്നിട്ടില്ല, തുണി ഉരി എറിഞ്ഞിട്ടില്ല, ഞങ്ങൾ മറ്റേ ബലൂണിനകത്ത് കയറി ഇരുന്നിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. മര്യാദയ്ക്ക് ഞങ്ങൾ കല്യാണം കഴിച്ചു. ഇതാണോ ഈ കമ്മിറ്റ് ചെയ്യുന്നവർക്കുള്ള പ്രശ്നം? ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്യാൻ പറഞ്ഞു, ചെയ്യാൻ പറഞ്ഞു, അതാണ് ചെയ്തത്. അതും എന്റെ ഭാര്യയെ ഞാൻ ഉമ്മ വയ്ക്കുന്നത്, 150 വയസ്സായ ബാബാജി ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചു ഉമ്മ വെച്ചു. ഭ്രാന്ത് ബെഡ്റൂമിനകത്തല്ലേ തീർക്കേണ്ടത്. അതിലെന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഈ ഇങ്ങനെ ഇരുന്നാലോ, ഒരു ഹഗ് ചെയ്താലോ, ഉമ്മ കൊടുത്താലോ എന്താണ് പ്രശ്നം എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല ആയിക്കോട്ടെ, അല്ല ഞാൻ പറയണം, അല്ല ഇതൊരു രോഗമാണ്. ഈ രോഗം മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയാം, തുറന്നു പറയാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. അല്ല അങ്ങനെയും ഞാൻ പറയില്ല. കാരണം ഈ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആയ സ്ഥിതിക്ക് ഞാൻ പറയാം, സൈക്കോ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കണ്ടീഷനാണ്. അങ്ങനെ പോലും ഞാൻ പറയില്ല. മനോരോഗം എന്ന് പറഞ്ഞാൽ അത് വരുന്നവർക്കേ അതിൻ്റെ വിഷമം മനസ്സിലാവും. അവരുടെ കാര്യത്തിൽ സ്പെഷ്യലി ഈ മനോരോഗം ഉള്ള ആൾക്കാർക്ക് അവരുടെ ലോകം വളരെ നല്ലതാണ്. ചുറ്റുമുള്ളവരാണ് അനുഭവിക്കാൻ പോകുന്നത്. ബേസിക് ആയിട്ട് എടുത്ത് നോക്കാം, അൽസൈമേഴ്സ് വന്ന ഒരാൾ, അവർക്ക് ഓർമ്മ നശിച്ചാൽ അവർ കൊച്ചുകുട്ടികളെ പോലെ ബിഹേവ് ചെയ്യും. ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും? സ്കിസോഫ്രെനിക് ആയിട്ടുള്ള ഒരാൾ, അവർ ദ്വന്ദ്വ വ്യക്തിത്വം, അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരറിയില്ല. അപ്പോൾ കൂടെ ഉള്ളവർക്കാണ് പ്രശ്നം. ഞാൻ പറയുന്നത് ഈ രോഗമുള്ള ആൾക്കാർ, ഈ കമൻ്റ് രോഗമുള്ള ആൾക്കാർ, അത് ഒരു തരം മനോരോഗമായിട്ട് തന്നെ ഞാൻ കരുതാം, അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷനായിട്ട് കരുതാം. കൂടെ ഉള്ളവർക്ക് പ്രശ്നമാണ്. നിങ്ങളിപ്പം മാറിയാൽ നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു സമാധാനം കിട്ടും. ഞാൻ ഇത് ശരിക്കും നടന്നൊരു ഇതാണ്. ഒരു ബുക്കിലെ കഥയായിട്ട് ഞാൻ എഴുതിയിരുന്നു. ഒരു വ്യക്തി, ഞങ്ങൾ ട്രിവാൻഡ്രം മെൻ്റൽ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന് മീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കൂ, ഗംഭീരമായിട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ പേഷ്യൻ്റാണ്. അപ്പോൾ ചോദിച്ചു വന്നു കഴിഞ്ഞപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ഇംഗ്ലീഷ് മെയിനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് സിനിമയിൽ ജയപ്രദയെ കണ്ട് ജയപ്രദയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ചിന്തയിൽ ജീവിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ മനസ്സിൽ പുള്ളിക്കാരന് കുട്ടികളുണ്ട്, 2 കുട്ടികളുണ്ട്, ഓക്സ്ഫോർഡിലും സ്റ്റാൻഫോർഡിലും പഠിക്കുന്ന കുട്ടികളുണ്ട്. ജയപ്രദ ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണ്. പുള്ളിക്കാരൻ ആ ലോകത്ത് ജീവിക്കുകയാണ്. കൂടെ ഉള്ളവർക്കാണ് പ്രശ്നം. പുള്ളിക്കാരൻ ഹാപ്പിയാണ്.
സോ സൈക്കോ എന്നോ മനോരോഗി എന്നോ ഒന്നും ഞാൻ പറയില്ല. അതുകൊണ്ടാണ് ആദ്യം തൊട്ട് തന്നെ ഞാൻ പറയുന്നത് ഇതൊരു രോഗമാണ്, മാറും, ഇതിന് മരുന്നൊന്നുമില്ല, അത് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. എക്സ് വൈഫ് ഈ മാരേജിനെ കുറിച്ച് അറിയുന്നത് അവരെന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ? ഇല്ല. ഇത് സ്പെസിഫിക് ആയിട്ട് ഒരു ചാനലുകാർ വന്നിട്ട് ഈ ഫോട്ടോ കണ്ടോ, ഇത് കണ്ടോ, ശരി, ഞാനതിന് അന്നും റെസ്പോണ്ട് ചെയ്തത് നോർമലായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. അതിൽ കൂടുതൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ലീഗൽ ഒരു ഫ്രെയിം വർക്കിലുള്ള ഡിഗ്രി ലഭിച്ച് അതിൻ്റെ ലിമിറ്റേഷൻ പീരീഡ് ഉണ്ട്. അതായത് ഇത്ര മാസത്തിനകത്ത് അപ്പീൽ പോവാം. അപ്പോഴും വരാത്ത ഒരാൾ അത് കഴിഞ്ഞ് ഇത്രയും ഓൾമോസ്റ്റ് 2 വർഷമായി. അപ്പോൾ ലിമിറ്റേഷൻ പീരീഡ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് 1.5 വർഷവും കഴിഞ്ഞു. പോട്ടെ, 1 വർഷം കഴിഞ്ഞു എന്നിരിക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നതിൽ എന്താണ് ആ ചാനലുകാർക്ക് പ്രശ്നം? എനിക്കറിയില്ല. ഇനിയിപ്പോൾ എൻ്റെ പ്രീവിയസ് വൈഫിന് അവർ കല്യാണം ആലോചിക്കുന്നുണ്ടോ, ആലോചിച്ചോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഞാൻ പറയുന്നത് എൻ്റെ വ്യക്തി ജീവിതം ഞാൻ ആരെയും ദ്രോഹിക്കാതെ മുന്നോട്ട് പോവുകയല്ലേ വേണ്ടേ? ഇപ്പം ഞാൻ ചോദിക്കേണ്ടത് നിനക്ക് ഞാൻ ഒരു ദ്രോഹമാണോ? അത്രയേ ഉള്ളൂ. ഈ ഉത്തരം മാത്രം എനിക്ക് കിട്ടിയാൽ മതി. ആണ് എന്ന് പറയുന്ന ദിവസം ഞാൻ മാറിക്കൊടുക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ പറയില്ല എന്നുള്ള വിശ്വാസം എൻ്റെ മനസ്സിലെ സ്നേഹത്തിൻ്റെ സത്യം കൊണ്ട് മാത്രമാണ്. ഞാൻ ചിലപ്പോൾ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ആളായിരിക്കാം, ഞാൻ മോശം അന്ന് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എന്താ ദിവ്യ ഞെട്ടി, അങ്ങനെ ഞെട്ടുക എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ICUവിൽ എത്തേണ്ട സമയമായി. കാരണം ഓരോ യൂട്യൂബ് ചാനലും 10-15 പ്രാവശ്യം ഞെട്ടിക്കുന്നുണ്ട്. വീട് കണ്ട് ഞെട്ടി, മറ്റേ ഇത് കണ്ട് പത്രം കണ്ട് ഞെട്ടി, കണ്ണൂരിലേക്ക് പോയത് കണ്ട് ഞെട്ടി, ഹൈദരാബാദ് കണ്ട് ഞെട്ടി. എന്തിനൊക്കെയാണ് നീ ഞെട്ടണേ? വല്ല അസുഖം വരും ഇങ്ങനെ ഞെട്ടിയാൽ. ഈ പറയണത് എനിക്കറിയില്ല, ഞങ്ങൾ ഞെട്ടുന്നില്ല. ഈ കമന്റ് കണ്ടിട്ട് ഞെട്ടിയില്ല, പിന്നെയാണ്. ഒരു ഭർത്താവ് വേണമെന്നുള്ളൊരു ഈ മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു കുഞ്ഞ് 3 പഠിക്കുന്ന പയ്യൻ പറഞ്ഞൊരു കാര്യം, എനിക്കൊരു അച്ഛനെ വേണം, എനിക്ക് എന്റെ അച്ഛനെ കിട്ടി, അങ്ങനെ പറഞ്ഞൊരു ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അത് ഇപ്പോഴും ആ സന്തോഷം തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ? ഈ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇത് 4-5 ദിവസം മുന്നേ കല്യാണത്തിന് അന്നത്തെ ദിവസം എടുത്ത അവന്റെ ഉള്ളിലൊരു പ്രതീക്ഷ. അല്ല, ഇത് കാലങ്ങൾക്ക് മുന്നേ അല്ല. ഇത് എന്റെ മോനെ ഇടയ്ക്ക് പറയാറുണ്ട്. പണ്ട് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ ലെവലിൽ പോവാ. ഇത് കഴിഞ്ഞിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. അത് വെച്ചാ ആ ഒരു സ്നേഹം അറിയാത്തത് കൊണ്ടല്ലേ അവൻ അങ്ങനെ പ്രതികരിച്ചത്. ഇപ്പോഴും ഞങ്ങള് ഒരുമിച്ച് ആഹാരം കഴിക്കാൻ പോകുന്ന ആ സമയത്തായാലും, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് പെറ്റ് സൂവിൽ പോകുന്ന സമയത്തായാലും, ഇല്ല എന്തെങ്കിലും ഷോപ്പ് ചെയ്യാൻ പോകുമ്പോഴായാലും, ഞാൻ അച്ഛനാണ്, എൻ്റെ മക്കളാണ്, വേറെ എന്താണ് വേണ്ടത്? ഹൈദരാബാദിൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ട്രാവൽ ചെയ്യുന്നു. ഇതിൽ പുതിയതായിട്ട് വരാൻ എനിക്ക് സ്പെസിഫിക് ആയിട്ട് ഇതുവരെ കൊമ്പൊന്നും വന്നിട്ടില്ല, വാലില്ല. ഞാൻ സാധാരണ ഒരു മനുഷ്യജീവിയാണ്. താടി ഇച്ചിരി ലെങ്ത് കൂടുതലാണ്, അത്രയേ ഉള്ളൂ. വേറെ അതിലിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല, കണ്ടിന്യൂറ്റിയാ. തീർച്ചയായിട്ടും, അതിൽ സംശയമേ ഇല്ല. അത് ആ സന്തോഷം തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ കല്യാണം കഴിച്ചത്. ഞാൻ പറഞ്ഞിരുന്നു പണ്ട് അങ്ങനെ എക്സ് ഹസ്ബൻഡിന്റെ ഒരു ആത്മഹത്യ വരെ ശ്രമിച്ചിട്ടുള്ള സംഭവം പറയുന്നു. അത് ഡൈവേഴ്സ് അതിന് ശേഷമാണോ ഒറ്റപ്പെട്ടുള്ള രീതിയിലേക്ക് എത്തിയപ്പോഴാണോ തോന്നിയത്? അത് ഞാൻ ഉത്തരം പറയട്ടെ. ആരെങ്കിലും സെപ്പറേറ്റ് ആയി കഴിഞ്ഞിട്ട് ജീവിതം വേണ്ടാന്ന് വെക്കുമോ? 2 കുട്ടികളെ നോക്കുന്ന ഒരു അമ്മ. ബേസ്ലെസ് ആണ് ക്വസ്റ്റ്യൻ. നമുക്ക് വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നത് ഒരു ബന്ധത്തിലുള്ളപ്പോഴാണ്. ഞാൻ അതിലൂടെ പോയ ആളാണ്, എനിക്ക് നന്നായിട്ടറിയാം അതെന്താണ് ആ സൂയിസൈഡൽ ടെൻഡൻസി എന്താണെന്നറിയാം. ഓരോ വർഷവും ഈ സൂയിസൈഡ് പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള ദിവസത്തിനന്ന് എൻ്റെ ഫേസ്ബുക്ക് നിങ്ങൾ ഇത്രയും നോക്കിയതിൽ ഈ സൂയിസൈഡ് പ്രിവെൻഷൻ ഡേയിൻ്റെ ആ ദിവസത്തിൻ്റെ പോസ്റ്റും കൂടെ കാണുക. അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ തോന്നുമ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനെ വിളിക്കുക, സംസാരിക്കുക. മിണ്ടാതിരിക്കുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. മിണ്ടാതിരിക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ. നിങ്ങൾ സംസാരിച്ച് ആ ഒരു 2-3 മിനിറ്റ്, യൂഷ്വലി ഇപ്പോൾ സൈക്കോളജി പറയുന്നത് 8 മിനിറ്റ് സംസാരിച്ചാൽ മതി. ടോട്ടലി അപ്സെറ്റ് ആയിരിക്കുന്ന ഒരാൾ 8 മിനിറ്റ് വേറെ സംസാരിച്ച് കഴിഞ്ഞാൽ മൈൻഡ് ഓക്കെ ആവും.
ആ 8 മിനിറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ കുറേ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി സൂയിസൈഡ് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതിൻ്റെ ഷോക്ക് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അത് കഴിഞ്ഞ് പല സൂയിസൈഡ്സും ലൈഫിൽ കേൾക്കുകയും കാണുകയും അല്ലെങ്കിൽ ഓരോ രീതിയിൽ അതിൻ്റെ അറ്റംപ്റ്റ് കാണുകയും അതെല്ലാം ലൈഫിൽ കണ്ടതിന് ശേഷം ഒരാൾ അങ്ങനെ പറയുമ്പോൾ അതിനൊരു വളരെ കോമഡി രീതിയിൽ പറയാവുന്നൊരു കാര്യമുണ്ട്. എനിക്ക് വളരെ മോശമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൊളീഗ് ഒരാൾ ചോദിച്ചു, അപ്പോൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് സക്സീഡ് ചെയ്തോ? ഞാൻ പറഞ്ഞു, സക്സീഡ് ചെയ്താൽ മര്യാദയ്ക്ക് ഞാൻ മൂക്കെ പഞ്ഞ് വെച്ചൊരു സ്ഥലത്ത് കിടക്കൂലേ? ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ട് സക്സീഡ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സക്സീഡ് ചെയ്തെന്ന് പറഞ്ഞാൽ മരിച്ചു എന്നർത്ഥം ഇല്ല, ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് തമാശയായിട്ട് പറയുമ്പം അതങ്ങനെ പറയാം. പക്ഷേ അങ്ങനെ ഒരു ചോദ്യം ഒരാളോട് ചോദിക്കുമ്പോൾ അവരത് റീലീവ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. കാരണം അങ്ങനെ ആ ഒരു ഘട്ടം കഴിഞ്ഞു എന്ന് പറയാനാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പം അതിന് ഉത്തരം ഞാൻ തന്നെ പറയും. ഇനി ഞാനാണോ കാരണം? പ്രശ്നമുണ്ടോ? അത് ചോദിക്കില്ല. ഒറ്റപ്പെടൽ, അതാണ് കാരണം. ഒറ്റപ്പെട്ടു പോകരുത് ആരും. ഈ വാട്സാപ്പ് അത് അതാണ് ആരോടെങ്കിലും ഓപ്പണായി തുറന്ന് പറയണം. അതിനൊരു ബെസ്റ്റ് കൂട്ടുകാരനോ കൂട്ടുകാരിയോ അതിൽ ഉണ്ടാവണം. എന്തുണ്ടെങ്കിലും തുറന്ന് പറയണം. ഇല്ലെങ്കിൽ വാട്സാപ്പിൽ പണ്ട് കണ്ടൊരിതാ, ഒറ്റപ്പെടൽ മാറാനുള്ള ആകെയുള്ള വഴി മറ്റേ പെടലും കൂടെ വാങ്ങിച്ച് ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ തമാശയ്ക്കൂടെ എങ്ങനെ പറയാം, ഒറ്റപ്പെടൽ മാറാൻ മറ്റേ പെടലും കൂടെ വാങ്ങിച്ച് ഫിറ്റ് ചെയ്താൽ മതി. പുതിയ പ്രോജക്റ്റ് പത്തരമാറ്റിൻ്റെ ഷൂട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതല്ലാതെ ഒരു ആൽബത്തിൻ്റെ വർക്കുണ്ട്, കുറച്ച് കമേഴ്ഷ്യൽസിൻ്റെ വർക്കുണ്ട്, വോയിസ് ഓവേഴ്സിൻ്റെ വർക്ക് ആസ് യൂഷ്വൽ നടക്കുന്നുണ്ട്, ബുക്കിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്, സിനിമയുടെ വർക്ക് തുടങ്ങാൻ പോകുന്നു. പഴയതുപോലെ തന്നെ പുതിയ ഈ ഒരു എന്താ പറയുക, ഈ ബാബാജി കഥ കഴിഞ്ഞിട്ട് വരുന്ന ചില എഫക്റ്റ് അതിൻ്റെ ഉണ്ട്. കുഞ്ഞുമോൾ ഇപ്പോൾ ജനുവരിയിലാണ് ആരണ്യം റിലീസ് ഉണ്ടാവുക. സോ ആരണ്യം റിലീസ് പുതിയ സിനിമ റിലീസാണ്. അടുത്തൊരു സിനിമ ചെയ്യുന്നുണ്ട്, ഈ മാസം ഒരു സിനിമ ചെയ്യുന്നുണ്ട്. രണ്ടാളുകൾ കൂടിയ ശേഷം പുതിയ എന്തെങ്കിലും തുടക്കങ്ങളോ അല്ലെങ്കിൽ ഒരു ചെറിയ കൂടുമ്പോൾ പല ഭാഗ്യങ്ങൾ വരികയും അവിടെ സംഭവങ്ങൾ നടക്കുകയും അങ്ങനെ എന്തെങ്കിലും ലൈഫിലേക്ക് ഇപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും ഓഫറുകളോ അല്ലെങ്കിൽ വർക്കുകൾ ഈ വൈറൽ കല്യാണത്തിന് ശേഷം നമ്മൾ കല്യാണം നോർമലി ചെയ്യും. വൈറലായി പോയ കല്യാണം വൈറലാക്കിയ കല്യാണത്തിന് ശേഷം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പൊ മാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ മാമിനെ കൂടുതൽ തിരിച്ചറിയും, ഒരു ഇമ്പാക്റ്റ് ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എന്തൊക്കെ അച്ചീവ്മെൻറ്റ് നേടിയാലും ഈ ഒരു കല്യാണം തന്നതുപോലെ എക്സ്പോഷർ വേറൊന്നും തന്നിട്ടില്ല. അത് കമൻറ്റ് ചെയ്തവർക്കും കമൻറ്റ് ചെയ്യാത്തവർക്കും രണ്ടുപേർക്കും താങ്ക്സ് പറഞ്ഞേ പറ്റൂ. ഇപ്പോൾ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ് എന്ന് സെർച്ച് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. കുഞ്ഞുമോളുടെ പഴയ ആൽബവും പണ്ടത്തെ സീരിയലും ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ അത് സെർച്ച് ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കൽബാണ് ഫാത്തിമ, അതിനുശേഷം നടന്നിട്ടുള്ള ഉപ്പുമുളകും, ജയന്റെ അവിടെ വരൻ ഡോക്ടറാണ്. ഒരുപാട് പഴയതൊക്കെ ഇനിയിപ്പോ എടുത്തിടാൻ മതി. എനിക്ക് സന്തോഷമാണ്. ആൽബമൊക്കെ ഇപ്പോഴും വീണ്ടും എടുത്തിട്ട് ആ വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് പറയും. ഒരുപാട് കമൻസ് ഒക്കെ വായിച്ചു, നല്ല നല്ല കമൻസുകൾ വായിച്ചു. സന്തോഷം. നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നെഗറ്റീവ് പറഞ്ഞതിന് തന്നെ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞു, അവര് മനസ്സിലൊരു സ്ഥാനം നമുക്കും കൂടി തന്നു. അത് ഒരുപാട് സന്തോഷം. ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കും. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാറുള്ളൂ. പറയുന്ന കറക്റ്റ് ആയിട്ടുള്ള വാക്കുകളാണെങ്കിൽ മാമിന്റെ ശരിക്കും ഉള്ളിൽ ഒരു യൂട്യൂബർ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, ക്രിസ് ചതിക്കില്ല അതെനിക്കറിയില്ല, പക്ഷെ മാം പാവമാണ്. അപ്പോൾ അത് ഞാൻ എഗ്രി ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു, അയ്യോ എന്ത് പാവമാണ്, എന്ത് രസമാണ് സംസാരിക്കുന്നത്. എന്നിട്ട് പുള്ളിക്കാരി കൈ കാണിക്കുന്ന പോലെയൊക്കെ കാണിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം നമുക്ക് ഒരാളെ എത്രത്തോളം ആരാധിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ എവിടെയോ ആ സെലിബ്രേഷൻ ഇസ് അബൌട്ട് അനുഭവിച്ച വിഷമങ്ങൾ, ആ വിഷമങ്ങൾ ആൾക്കാർ മനസ്സിലാക്കി എന്ന് തന്നെ പറയാം.
അല്ല ഞാൻ അങ്ങനെയാണ്. എനിക്കവിടെ ഒളിവോ മറവൊന്നുമില്ല. ഞാനിപ്പം റിസപ്ഷനായാലും കല്യാണത്തിനായാലും എൻ്റെ ആ മുഖത്തെ ചിരി ഞാൻ അങ്ങനെയാണ്. എല്ലാവരോടും അങ്ങനെ ഒരു ചിരിച്ച് കളിച്ചോടി. ഈ 40 വയസ്സിലായാലും എന്നോട് ചോദിക്കും 40 വയസ്സിൻ്റെ പക്വത കാണിച്ചു കൊടുക്കും. പക്ഷെ എനിക്കറിയില്ല, എനിക്ക് ഇങ്ങനെയൊക്കെ അറിയുള്ളൂ. സംസാരം പോലെ എന്നോട് പലരും ചോദിച്ചു എനിക്ക് എന്ത് കുഞ്ഞുണ്ടാ സംസാരിക്കുന്നതിൽ, എനിക്ക് ഇന്നും ശരിയാക്കാനായില്ല. പക്ഷെ എനിക്കറിയില്ല, ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ വരും. അല്ല, ഇതിപ്പോ നാളത്തെ ടൈറ്റിൽ എന്തായാലും വരും, ഞാൻ സത്യം മാത്രമേ പറയൂ. അപ്പൊ ക്രിസ് മാറ്റി എന്തോ ചതിച്ചാണ് സംസാരിക്കുന്നത്. അല്ല, ഏട്ടന്റെ സ്റ്റൈൽ ഞാനുള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നത്. എനിക്ക് ഇതിൽ കൂടുതൽ എനിക്ക് തുറന്നു പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചോദിക്കുന്നത് വെച്ചാൽ ചോദിക്കാൻ ഞാൻ പറയും, അത്രയും. കാരണം മറച്ചു വെച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല. ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ, ഇത് ആദ്യം വീട്ടിൽ അമ്മയടുത്തും അച്ഛനടുത്തും അവതരിപ്പിച്ച് പ്രോപ്പറായിട്ട് ആലോചിച്ച് കൊണ്ടുവന്ന ഇതാണ് പെൺകുട്ടി എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ നമുക്ക് കോഫി കുടിക്കാൻ പോകാമെന്നോ അല്ലെങ്കിൽ നമുക്ക് ബീച്ചിൽ പോകാൻ പാർക്കിൽ പോകാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടില്ല. ആദ്യം വീട്ടിലേക്ക് കൊണ്ടുവന്ന് അമ്മയും അച്ഛനെയും പരിചയപ്പെടുത്തി നോർമലായിട്ട് നടന്നൊരു കല്യാണം. അപ്പോൾ അവരും ആഗ്രഹിക്കുന്നത് എന്താണ്, ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. ആ ഒരു റിക്വസ്റ്റ് എന്തായാലും ആൾക്കാരോടുണ്ട്. കഴിഞ്ഞ ദിവസം ഏതൊരു ഐ തിങ്ക് ഈ സംസാരിക്കുന്ന ഞങ്ങളെക്കുറിച്ച് സംസാരിച്ച ആൾക്കാർ വീട്ടിൽ നിങ്ങൾ അച്ഛനമ്മയെ അറിയിക്കണം, അവരെ പറ്റിക്കരുത് എന്ന് പറഞ്ഞ് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഞാനും പറയുന്നു, വീണ്ടും ഞാൻ പറയുന്നു. ഏതോ ഒരു ചാനലിൽ 3 പേരിൽ ഡിസ്കസ് ചെയ്യുന്നു ഞങ്ങളുടെ കല്യാണത്തിനെ കുറിച്ച്, ഞങ്ങൾ വിളിച്ചിട്ടില്ല. അപ്പോൾ അതാവട്ടെ, കുഴപ്പമില്ല. അപ്പോൾ റീച്ചിന് അതാണ് നല്ലതെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. രണ്ടുപേരും ഇത്രയും എക്സ്പീരിയൻസ് എടുത്ത് വിവാഹത്തിന്റെ എക്സ്പീരിയൻസ് വിവാഹത്തിൻ്റെതായ എക്സ്പീരിയൻസ് അങ്ങനെ നോക്കുമ്പോ അഡ്ജസ്റ്റ്മെന്റ് ആണോ അതോ അണ്ടർസ്റ്റുഡ് ആണോ ശരിയായുള്ള കാര്യം? മീൻസ് അഡ്ജസ്റ്റ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനാണോ മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റുമോ? അഡ്ജസ്റ്റ്മെന്റ് ആണോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇത് ഞാൻ പഠിച്ചത് മോഹൻലാലിന്റെ. ലാലേട്ടൻ ഏത് ചോദ്യം ചോദിച്ചാലും തിരിച്ചൊരു ഉത്തരം ആ ചോദ്യമായിട്ടേ വരുള്ളൂ, അല്ലേ എന്ന് ചോദിക്കും. അതേപോലെ അഡ്ജസ്റ്റ് ചെയ്താൽ ശരിയാവുമോ? എന്നാ മനസ്സിലാക്കിയാൽ ശരിയാവുമോ? അപ്പൊ പിന്നെ അത് തന്നെയല്ലേ, മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത്. അല്ല അതില് അങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ഒരു ഫോമുല പറയാൻ പറ്റില്ല. മനുഷ്യരാണ്, ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാസിക 2 ദിവസം മുന്നൊരു വിവാദമായുള്ളൊരു ഇത് പറഞ്ഞിരുന്നു. എനിക്ക് ഭർത്താവിന്റെ കാര്യത്തിൽ ജീവിക്കാനാണ് ഇഷ്ടം, ഞാൻ അങ്ങനെയാണ് ചെറുപ്പം മുതൽ ആഗ്രഹിച്ചിരുന്നത്, ആളുടെ കീഴിൽ ഞാൻ നിൽക്കുള്ളൂ എന്നുള്ളത്. അതൊരു ഈക്വാലിറ്റിയുടെ വിഷയമാണ് ആ ഒരു പെണ്ണ് പറഞ്ഞത്. ഞാൻ അടിമയായിട്ട് നിൽക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ചെയ്യുന്നത്. കാൽ കീഴിൽ അടിമയാണെന്ന് ആര് പറഞ്ഞു? ചേച്ചി തൂമ്പായ എടുത്തോണ്ട് ആ ചേട്ടൻ ചെളിയെ വീണു, എവിടം വരെ വീണു? മുട്ട് വരെ വീണു. അത് സാരമില്ലടാ, നമുക്ക് കുറച്ചേരം അല്ല. പക്ഷെ ചേട്ടൻ വീണ തലയും കുത്തിയാണ്. ആ അവസ്ഥയാണ്. കാരണം തലവത്തിന് മുട്ട് വരെ പോയി കഴിഞ്ഞാൽ പിന്നെ ആൾ തീർന്നു എന്നർത്ഥം. അതേപോലെ കാൽ കീഴിൽ എന്ന് പറയുന്നത് ശ്വാസിക എന്തുദ്ദേശത്തിലാണ് പറഞ്ഞതെന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് അതിനെ കമൻറ്റ് ചെയ്യുന്നതിന് പകരം ഈ ഈക്വാലിറ്റി എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആണിന് പ്രസവിക്കാൻ പറ്റണ്ടേ? പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് പീരിയഡ്സ് വരുന്ന പോലെ പുരുഷന്മാർക്ക് പീരിയഡ്സ് വരണ്ടേ? വരുന്നുണ്ടോ? ഹൈബീഡൻ സാർ എന്തുകൊണ്ടാണ് ഈ പീരിയഡ്സിൻ്റെ പെയിൻ അറിയാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തും ക്യാമ്പയിൻ നടത്തുന്നത്? എന്തുകൊണ്ടാണ് മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് ഇത്രയും അവയർനെസ് പ്രോഗ്രാം നടത്തുന്നത്? കാരണം അത് ഇക്വാലിറ്റി അല്ല, ഇൻഡിവിജ്വാലിറ്റിയാണ് വേണ്ടത്. സ്ത്രീകൾ സ്ത്രീകളായിരിക്കണം, പുരുഷന്മാരായിരിക്കണം. കണ്ടിട്ട് ഒരു സ്ത്രീയെ കണ്ടിട്ട് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് മനസ്സിലാവാത്ത സ്ഥിതിക്ക്, അല്ലെങ്കിൽ ഒരു പുരുഷനെ കണ്ടിട്ട് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് അറിയാത്ത സ്ഥിതിക്ക് വരുമ്പോഴാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്. പുരുഷൻ പുരുഷനായിട്ടിരിക്കട്ടെ, സ്ത്രീ സ്ത്രീയായിട്ടിരിക്കട്ടെ, ആരും ആരെയും ഡോമിനേറ്റ് ചെയ്യണ്ട. എല്ലാവരും അവരുടെ ഇത്. ഞാനിപ്പോഴും പറയുന്നു, ചില സമയത്ത് ഞാൻ പറയുന്നത് ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ ചാൻസസ് കൂടുതലാണ്. അത് എൻ്റെ നേച്ചറാണ്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല. That's fine, no problem.